അമ്മ കഥകൊന്ന് തുറക്ക് പ്ലീസ്. അതുകൊണ്ടാ കഥക്ക് തുറക്കെന്നും പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്നത്. അമ്മ ഒന്ന് പെട്ടെന്ന് വാ അമ്മേ, എനിക്ക് ഓഫീസിൽ പോണം, ലേറ്റ് ആയി. ഇവൻ ഇതെന്ത് ചെറുക്കനാണോ എന്തോ. ഇവനെ ഒന്ന് കല്യാണം കഴിപ്പിക്കുന്നത് വരെ ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് അമ്മ, ഒന്ന് തുറക്ക്. അർജുൻ. അമ്മേ. എന്താ അർജുൻ? അമ്മേ, അമ്മ ഇവിടെ നിൽക്കായിരുന്നോ? കണ്ടില്ലേ അമ്മ, ആ മയൂരി ആണെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിരിക്കുക. ഒന്ന് വേഗം വന്ന് കഥ തുറക്കമ്മേ, എനിക്ക് പോയിട്ട് അർജന്റ് കാര്യമുണ്ട്, അതുകൊണ്ടാ. നീ എന്തിനാടാ ആ പാവത്തിന് വഴക്ക് പറയുന്നേ? നിന്റെ റൂം ലോക്ക് ചെയ്തത് ഞാനാ, അവളല്ല. അമ്മയോ? അമ്മ എന്തിനാ എന്റെ ഡോർ ലോക്ക് ചെയ്തേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നേ? നീ തെറ്റ് ചെയ്തത് കൊണ്ടല്ല നിന്നെ ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നത് അർജുൻ. എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാടാ. ദേ നോക്ക്, ഇന്നൊരു ദിവസം മുഴുവൻ നീ റൂമിൽ തന്നെ ഉണ്ടാവണം, പുറത്തേക്ക് ഇറങ്ങാനേ പാടില്ല. ഇന്ന് കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കണം. അതെന്തായാലും നടക്കില്ല അമ്മേ. നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. ഇന്ന് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു വിടാൻ പാടില്ല എന്നാണ് നിന്റെ മുത്തശ്ശിയുടെ ഉത്തരവ്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്ന് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. മിണ്ടാതെ റൂമിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. നിനക്ക് കോഫി കൊണ്ടുവന്ന് ഞാൻ ജനലിൽ കൂടെ തരാം. മിണ്ടാതെ ഇവിടെ ഇരുന്ന് TV ഒക്കെ കണ്ട് കോഫി കുടിക്ക്, കേട്ടോ? അമ്മേ പ്ലീസ് അമ്മേ, എന്നെ എന്തിനാ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? എന്നെ പൂട്ടിയിട്ട നല്ലത് സംഭവിക്കുന്ന ആരമ്മയോട് പറഞ്ഞത്? നിന്റെ മുത്തശ്ശിയും ജോത്സ്യരും. എന്താ അമ്മേ, ഞാൻ വല്ല കുറ്റവാളിയാണോ ഇങ്ങനെ പൂട്ടിയിടാനായിട്ട്? വാ അമ്മേ, വന്ന് ആദ്യം കഥക് തുറക്ക്. നോക്ക്, ഇന്ന് നീ എത്രയൊക്കെ കെഞ്ചി പറഞ്ഞാലും ഈ ഡോറ് തുറന്നു തരുന്ന പ്രശ്നമേ ഇല്ല. വെറുതെ കിടന്ന് വിളിച്ചു പോവി നിന്റെ തൊണ്ട കളയണ്ട. അമ്മേ, അമ്മേ, വന്ന് വന്ന് എനിക്ക് ഈ വീട്ടിൽ ഒരു ഫ്രീഡവും ഇല്ലാതായി. ആ വൃത്തികെട്ട ജോത്സ്യൻ എനിക്കെന്തോ വലിയ ദോഷമുണ്ടെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു കൊടുത്ത് മനസ്സ് മാറ്റിയിരിക്കുക. അവരാണെങ്കിൽ അതും വിശ്വസിച്ച് എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. വൃത്തികെട്ട ആൾക്കാര്. ആരെങ്കിലും ഒന്ന് വായോ, എന്നെ ഇവിടുന്ന് തുറന്നു വിട്. സബാഷ് രുദ്ര, സബാഷ്. നിന്റെ ഈ അർപ്പണബോധം കാണുമ്പോൾ എനിക്ക് തലകുനിക്കാൻ തോന്നുന്നു. മന്ത്രശക്തികൾ പഠിക്കാനുള്ള നിന്റെ താല്പര്യം കാണുമ്പോൾ എന്റെ ഈ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. രുദ്ര, ഞാൻ പറയുന്ന മന്ത്രങ്ങളെല്ലാം സ്വായത്തമാക്കാനായി നീ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇന്നല്ലെങ്കിൽ മറ്റൊരു നാൾ എന്നെക്കാളും വലിയ ശക്തി നീ നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്റെ ഈ ശ്രമവും ആരോഗ്യവും വർണ്ണിക്കാനാവാത്തതാണ്. കൊള്ളാം രുദ്ര, കൊള്ളാം. നിന്റെ ധ്യാനം തുടർന്നോളൂ. അമ്മേ, ഒന്ന് കഥക് തുറക്കമ്മേ, എനിക്ക് പുറത്തേക്ക് പോണം. എന്റെ മഹാദേവ, ഇവിടുന്ന് എങ്ങനെയൊന്ന് പുറത്തു കിടക്കുക? അവിടെയാണെങ്കിൽ അനന്യയുടെ അച്ഛൻ കാത്തിരിപ്പുണ്ടാവും. ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനും ഒരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. എന്താ ഇപ്പൊ ചെയ്യാ? ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും? ചേട്ടാ, എടാ കരൺ, ഒന്ന് ഡോർ തുറക്കടാ. എന്റെ ചേട്ടാ പ്ലീസ് ഒന്ന് വന്ന് കഥക് തുറക്ക്. ചേച്ചി, ഇനി ആരെ ഒന്ന് വിളിക്ക? അച്ഛാ, ആരെങ്കിലും വന്നൊന്ന് കഥക് തുറക്ക്. അയ്യോ, എനിക്ക് ദേഷ്യം വരുവാ. എന്തു പറ്റി അർജുൻ? മയൂരി, അമ്മ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് പോയിരിക്കാ. ഒന്ന് തുറക്കോ പ്ലീസ് മയൂരി? സോറി അർജുൻ, അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറയല്ലേ മയൂരി. ഇവളെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് എങ്ങനെയും കഥക് തുറന്നേ പറ്റൂ. ഇനി ഇവളല്ലാതെ എനിക്ക് പുറത്തു കിടക്കാൻ മറ്റൊരു മാർഗവും ഇല്ല. ഇവളോടിപ്പോ എന്ത് കള്ളവാ പറയാ? യെസ്, മയൂരി, മയൂരി,
ഛേ, ഇവളിത് എങ്ങോട്ട് പോയി? ഇനിയിപ്പൊ എന്താ ഒരു വഴി? രുദ്ര, നിന്നെ ഒരു ശക്തിമാനാക്കുന്നതിന് പിന്നിൽ എനിക്കും വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കിയാൽ നീ ബോധം കെട്ട് വീഴുമെന്ന് ഉറപ്പാണ്. എനിക്കിത് സ്വായത്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഇത് പഠിപ്പിക്കില്ലായിരുന്നു. നീ ഇനി എന്ത് തന്നെ ചെയ്താലും അതെനിക്ക് അനുകൂലമായി തന്നെ ഭവിക്കണം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് എനിക്കിപ്പോൾ നിന്നോട് പറയാനാകില്ല. ഹലോ മൈ ഡിയർ മജ്നു, ഐ എം ഹിയർ. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നോക്കെന്റെ മയൂരി, ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പയ്യനാ. ഇവരെല്ലാം കൂടി എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടപ്പോ നീ വെറുതെ നോക്കി നിൽക്കാണല്ലേ? എന്ത് ചെയ്യാനാ, ഇത് മുത്തശ്ശിയുടെ അമ്മയുടെ ഓർഡറാ. അവരുടെ വാക്ക് കേൾക്കാതെ ഞാൻ എങ്ങനെ ഡോറ് തുറക്കും? നോനോ, എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ പ്ലീസ് എന്റെ മയൂരി, എന്നെ ഒരു കുറ്റവാളി പോലെ പൂട്ടിയിട്ടിരിക്കുന്ന കണ്ട് നിനക്ക് ഒരു സങ്കടവും ഇല്ല അല്ലേ? ഇതാണോ നിനക്ക് എന്നോടുള്ള സ്നേഹം? അതങ്ങനെ അല്ല അർജുൻ. അതെന്തോ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ അമ്മയും മുത്തശ്ശിയും നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഒരു നന്മയ്ക്കും അല്ല മയൂരി. എന്നെ ഇവിടെ ഇങ്ങനെ പൂട്ടിയിട്ട് നിർബന്ധിച്ച് നിന്നെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? നീ തന്നെ പറയും. നിങ്ങളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. അതല്ലാതെ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ച് പിന്നെ എനിക്ക് നിന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ടായി തമ്മിൽ കല്യാണം കഴിച്ചാൽ അതിലൊരു അർത്ഥമുണ്ട്. അല്ലാതെ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഒരിക്കലും മനസ്സുകൾ തമ്മിൽ ചേരാൻ പോകുന്നില്ല. പിന്നെ ഇപ്പൊ നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും ഉണ്ടാവില്ല. എന്താ പറഞ്ഞത്? നിനക്ക് എന്നോട് ഇഷ്ടമാണെന്നോ? നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ? ഓ മൈ ഗോഡ്, ഐ എം റിയലി സോ എക്സൈറ്റഡ്. നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടതില് എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നറിയോ? നീ സത്യമാണോ പറയുന്നത്? പ്രണയത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയോ മയൂരി? അപ്പൊ ഇത്രയും നാളും എന്നെ സ്നേഹിക്കുന്നില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതോ? അയ്യോ, അത് ഞാൻ നിന്നെ വെറുതെ കളിയാക്കിയതല്ലേ. പിന്നെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ കാണാൻ എന്ത് സുന്ദരിയാണെന്ന് അറിയോ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ കളിയാക്കുന്നത്. അങ്ങനെയാണോ? സത്യമായിട്ടും? ശരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നീ അല്ല മയൂരി. ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ അനന്യയാ. അവൾക്ക് മാത്രമാ എന്റെ സ്നേഹം. ഞാൻ ജനിച്ചതുപോലും അവൾക്ക് വേണ്ടിയാ. അവള് ജനിച്ചത് എനിക്ക് വേണ്ടിയും. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അനന്യ മാത്രമായിരിക്കും. പറ, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? ആ മയൂരി, കോളേജിൽ പഠിക്കുമ്പോഴേ നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? അന്ന് തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ നിന്നെ പോലെ ഞാനത് പറഞ്ഞു നടക്കാറില്ല. അയ്യോ എന്റെ ചെല്ലു കുട്ടി, ഇത്രയും നാള് നീ എന്താ എന്നോട് ഇതൊക്കെ പറയാത്തെ? ഈ പ്രണയം എന്ന് പറയുന്നത് ചിപ്പിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മുത്തു പോലെയാ. അത് മൂടി വെക്കുന്തോറും മതിപ്പം കൂടുതലായിരിക്കും. അതാണ് ശരിക്കുള്ള സ്നേഹം. നിന്റെ സ്നേഹം എന്നോടുള്ള അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ വെറുതെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ല അർജുൻ, സത്യമായിട്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ എന്ന് വെച്ചാ എനിക്ക് ജീവനാ അർജുൻ. അല്ലല്ല, നീ വെറുതെ പറയുന്നയാ. നിനക്ക് ശരിക്കും എന്നോട് ആത്മാർത്ഥത്തോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് നീ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നോ? ഞാൻ ഇങ്ങനെ നിന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ നീ വന്ന് കഥക് തുറക്കുമായിരുന്നു. നോക്ക് മയൂരി, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് കഥക് തുറക്ക്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ പൊയ്ക്കോ. അതല്ല അർജുൻ, ഞാനിപ്പോ കഥക് തുറന്ന അമ്മയും മുത്തശ്ശിയും. ശരി വിട്ടേക്ക്. നീ വാതിൽ തുറക്കാൻ മടി കാണിക്കുന്നത് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ലാന്ന്. അയ്യോ അങ്ങനെ പറയില്ലേ അർജുൻ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരിക്കാന്നറിയോ? നിക്ക്, ഞാൻ കഥക് തുറക്കാം. എടാ ദുഷ്ട, ഇത്രയും നാളും പറയാതെ എന്തിനാ മറച്ചു വെച്ചേ? അല്ല, ഞാൻ എന്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാ നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? അത് തന്നെ, നീ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ അത്. നിനക്കെന്തോ പറ്റിയെന്നാ തോന്നുന്നേ. അല്ല, നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴാ മയൂരി പറഞ്ഞത്? ഇപ്പോഴ
അപ്പോഴല്ലേ കഥക് തുറക്കുന്നതിന് മുന്നേ പറഞ്ഞത്? ഓ അതായിരുന്നോ? നീ കഥ ഓർക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞല്ലേ. താങ്ക് യു. നീ ഡോർ തുറന്നു തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് മയൂരി. പിന്നൊരു കാര്യം, നിന്റെ കല്യാണത്തിന് ഞാൻ ഉറപ്പായിട്ടും വന്ന് നിന്നെ നിന്റെ ചെക്കനെ അനുഗ്രഹിച്ചിട്ടേ പോരൂ. അതുപോലെ ബൈ. ഓ മൈ ഗോഡ്, മുത്തശ്ശി അമ്മയും ഞാൻ കാരണം അർജുൻ പുറത്തു പോയെന്നെങ്ങാനും അറിഞ്ഞ അവരെന്നെ കൊന്നു കളയും. ദുഷ്ടൻ എന്നെ പ്രേമിക്കുന്നെന്നും പറഞ്ഞ് നന്നായിട്ട് പറ്റിച്ചു. എടി മയൂരി, നീ എന്ത് മണ്ടത്തരാ കാണിച്ചത്? ഇപ്പൊ മുത്തശ്ശിയുടെ വായിരിക്കുന്ന മുഴുവൻ കേക്കാം. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? Stupid, stupid. എന്തായാലും ഈ കാർ ഇവിടെ തന്നെ കിടന്നത് വളരെ നന്നായി. എന്റെ അനന്യ, തന്നെ കാണാൻ വേണ്ടി ഞാൻ എന്തൊക്കെ സാഹസോ കാണിക്കുന്നത്. എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കള്ളനെ പോലെ ഇറങ്ങി വരേണ്ട സ്ഥിതിയുമായി. എനിക്ക് നിന്നോട് അടങ്ങാത്ത സ്നേഹമാ. നീ എന്നെ സ്നേഹിക്കുന്നവരത് തുടരുകയും ചെയ്യും. അത് കിട്ടാതെ ഞാൻ തന്നെ വെറുതെ വിടില്ല അനന്യ. എന്തൊക്കെയാണെങ്കിലും നീ എവിടെയാണോ അവിടെ ഞാനും ഉണ്ടാവും. ചേച്ചി, എന്തിനാ മരുന്ന് കഴിക്കുന്നേ? എനിക്ക് പനിയാ രാജേശ്വരി. പനിയോ? ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇന്നെന്തു പറ്റി? അത് ചെറിയമ്മേ, അനന്യയുടെ കൂടെ പുറത്തേക്ക് പോണോന്ന് പറഞ്ഞ് പോയതാ. പോയി കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ പേടിച്ച് ഇങ്ങോട്ട് പോന്നു. എന്താ ചേച്ചി പേടിച്ചു പോയെന്നോ? അങ്ങനെ എന്താ കണ്ടത് ചേച്ചി? രാജേശ്വരി, അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്. അല്ല ചേച്ചി. ചെറിയമ്മേ, അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അനന്യയോട് കാര്യം അന്വേഷിച്ചു. അവള് അമ്മ എന്തോ കണ്ട് പേടിച്ചു വന്നതാണെന്നും എന്താന്ന് ചോദിച്ചപ്പോ അമ്മ ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞു. ഞാനും അമ്മയോട് എന്ത് കണ്ടാ പേടിച്ചതെന്ന് ചോദിച്ചു. അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. സരോജ പറയുന്നത് സത്യമാണോ ചേച്ചി? നിങ്ങൾ എന്ത് കണ്ടാ പേടിച്ചത്? അത് പിന്നെ രാജേശ്വരി, ചേച്ചി എന്താ മിണ്ടാതെ നിൽക്കുന്നേ? പറഞ്ഞോളൂ, നിങ്ങൾ എന്ത് കണ്ടാ ഭയന്നത്? പറഞ്ഞോളൂ ചേച്ചി. രാജേശ്വരി, ഇപ്പൊ എന്നോട് ഒന്നും ചോദിക്കരുത്. അനന്യ, നിന്നെ കണ്ടതും ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിച്ചത്? അതിന് നീ അവരെ എന്താ ചെയ്തേ? ഞാനതിനവരെ ഒന്നും ചെയ്തില്ലല്ലോ. അവരെന്തിനാ എന്നെ കണ്ട് ഭയക്കുന്നത്? എന്താണെന്ന് എനിക്കറിയാം. ചേച്ചി എന്തോ പറയാൻ വന്നതാ, അതിനിടയ്ക്കാ നീ വന്നത്. അതുകൊണ്ടാ പേടിച്ചു പോയത്. നീ ഭയപ്പെടുത്തിയെന്നാ എനിക്ക് തോന്നുന്നേ. ചെറിയമ്മേ, അതിന് അനന്യ എന്ത് ചെയ്തെന്നാ പറയുന്നേ? ചെറിയമ്മ ആവശ്യമില്ലാതെ വെറുതെ അനന്യെ സംശയിക്കുകയാണ്. അതുമല്ല, അനന്യെ കണ്ട് അമ്മ എന്തിനു ഭയപ്പെടണം? അമ്മയ്ക്ക് പനിയായതുകൊണ്ട് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോയതായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇവൾ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ ചേച്ചി ഭയന്നത്. ഞാൻ ചേച്ചിയോട് തന്നെ ചോദിക്കാം.
അനന്യ, ചെറിയമ്മ പറഞ്ഞത് കേട്ടിട്ട് മോള് വിഷമിക്കണ്ട കേട്ടോ. സാരയില്ല അമ്മേ, എനിക്ക് വിഷമമൊന്നും ആയില്ല. ഛേ, ഒരു മിനിറ്റ് കൊണ്ട് അർജുന്റെ വാക്ക് കേട്ട് പറ്റിക്കപ്പെട്ടല്ലോ. ദുഷ്ടൻ, എന്നെയും പറ്റിച്ച് അവൻ പുറത്തു പോവുകയും ചെയ്തല്ലോ. ഇപ്പം മുത്തശ്ശിയും അമ്മയും ഞാനാണ് അവന് കഥക് തുറന്നു കൊടുത്തതെന്നെങ്ങാനും അറിഞ്ഞ എന്റെ കഥ തീർന്നത് തന്നെ. ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാൻ പറയും. എടാ അർജുൻ, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നേ. നീ എന്തിനാണോ എന്നെ ഇങ്ങനൊരു ഗതികെട്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ചേ? യു ആർ എ ചീറ്റർ. ഓ മൈ ഗോഡ്, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതുവരെ അമ്മയും മുത്തശ്ശിയും അർജുൻ റൂമിൽ തന്നെ ഉണ്ടെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അർജുൻ വീട്ടിൽ വരുന്നത് വരെ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാം. യെസ്, അങ്ങനെ തന്നെ ചെയ്യാം. അയ്യോ, അമ്മ മുകളിലേക്ക് പോവാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മേ, ആർക്കായി കോഫി? അർജുന, അമ്മേ, ആ കോഫി ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ടു കൊടുക്കാം. നീ എന്തിനാ മോളെ ബുദ്ധിമുട്ടുന്നേ? ഞാൻ കൊടുത്തോളാം. അർജുന് കോഫി കൊണ്ട് കൊടുക്കുന്നതിൽ എനിക്ക് എന്താ അമ്മേ പാട്? എന്തായാലും കല്യാണത്തിന് ശേഷം കോഫിയും ടിഫിനും ഒക്കെ ഞാൻ തന്നെയല്ലേ കൊടുക്കണ്ടേ? അത് ഇപ്പോഴേ അങ്ങ് ശീലിക്കാണെന്ന് കരുതിയാ പോരെ? നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇപ്പോ നീ കോഫി കൊടുക്കാനായിട്ട് ചെന്ന് കഥക് തുറക്കുമ്പോ കഥക് എപ്പോ തുറക്കുമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന അവൻ നിന്റെ തലയിൽ പൂ ചൂടുന്നതിന് പകരം അതെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഓടിപ്പോകും. അത് കഴിഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് കൊല്ലും. അത്രേ ഉള്ളൂ. അയ്യോ അമ്മേ, നിങ്ങളുടെ മോൻ എന്റെ ചെവിയിൽ പൂവല്ല വെച്ചത്, ഒരു ലാൽബാഗ് പൂന്തോട്ടം തന്നെയാ വെച്ച് തന്നിട്ട് പോയത്. കള്ള തിരുമാലി. അതുകൊണ്ടാണല്ലോ കോഫി ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇപ്പൊ അമ്മ കോഫി കൊടുക്കാൻ പോയിട്ട് അർജുൻ അവിടെ ഇല്ലെന്നെങ്ങാനും അറിഞ്ഞ എന്റെ കാര്യത്തിൽ തീരുമാനമായത് തന്നെ. നീ എന്താ കാര്യമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ, ആ കോഫി ഇങ്ങ് തന്നേക്ക്. ഞാൻ കഥക് തുറക്കാതെ ജനൽ വഴി കോഫി കൊണ്ട് കൊടുക്കാം. അപ്പൊ അവൻ എങ്ങനെ എന്നെ പറ്റിക്കാൻ കഴിയും? അമ്മ ഒന്നും ഓർത്ത് പേടിക്കാൻ വേണ്ടമ്മേ. എന്ത് വന്നാലും അർജുനെ ഞാൻ വെളിയിൽ പോവാൻ സമ്മതിക്കുകയില്ല. പോരെ? ശരി മോളെ, നീ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ദാ, നീ തന്നെ കോഫി കൊടുക്ക്. പക്ഷേ അർജുൻ പുറത്തു പോകാതെ ശ്രദ്ധിച്ചോണം. അവൻ നിന്നോട് കൊഞ്ചി സംസാരിച്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇവിടെ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കും. അങ്ങനെ എന്തേലും സംഭവിച്ചോ നോക്കിക്കോ, മുത്തശ്ശി നിന്നെ ശരിയാക്കി കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നോളാം. ശരി, ആദ്യം കൊണ്ടുപോയി കോഫി കൊടുക്ക്. ഇനി അത് തണുത്തു പോയാ അതിന്റെ പേരിലാവും അടുത്ത പ്രശ്നം. കൊണ്ടുപോയി കൊടുക്ക്. ഈ അമ്മ അർജുൻ രക്ഷപ്പെട്ടു പോകുന്നതിന് മുന്നേ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴാ വന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവന്റെ അടുത്തോട്ട് പോലും പോകൂലായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ അവൻ എന്നെ വാക്കുകൊണ്ട് മയക്കി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എന്തോ ഭാഗ്യത്തിന് തൽക്കാലത്തേക്ക് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടു. ഇനി എന്തെല്ലാം സർക്കസ് കാണിക്കേണ്ടി വരുമോ എന്തോ. എന്തായാലും ഈ കോഫി കുടിക്കാൻ അർജുനില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കുടിച്ചിട്ട് അർജുൻ കുടിച്ചു എന്നങ്ങ് പറയാം. എന്തിനാ ഇങ്ങനെ ഭയന്നു പോയതെന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞതേയില്ല. ആ അനന്യയോടൊപ്പം പുറത്തു പോയതിന് ശേഷമാ ഇങ്ങനെയൊക്കെ. എന്ത് ചോദിച്ചാലും ഒന്നും പറയില്ല. ആ അനന്യെ എന്ത് ചെയ്ത് ഭയപ്പെടുത്തിയെന്ന് മനസ്സിലാവുന്നില്ല. അവൾ ഈ വീട്ടിൽ വന്നപ്പോ തന്നെ അവളെ ഇവിടുന്ന് ഓടിക്കേണ്ടതായിരുന്നു. ഛേ, ആരെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാ പറയുന്ന രാജി? അല്ല, എന്താ ഇത്ര ടെൻഷനായിട്ടിരിക്കുന്നേ? എന്തു പറ്റി? എന്തു പറ്റാനാ ഏട്ടാ? ആ അനന്യ ഒരു സാധാരണക്കാരിയൊന്നുമല്ല. നമ്മുടെ ചേച്ചിയെ തന്നെ അവൾ പേടിപ്പിച്ചിരിക്കുക. അവൾ എന്താ കാണിച്ചു കൂട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. അവൾ ആരാ, എവിടുന്ന് വന്നു എന്നൊന്നും അറിയത്തുമില്ല. അവളെ ഇവിടുന്ന് ഓടിക്കാനായി നമ്മൾ സ്വാമിയോട് പറഞ്ഞു. ആ സ്വാമി വന്ന് നോക്കിയിട്ടും അദ്ദേഹത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി എങ്ങനെ അറിയും? അത്രേ ഉള്ളൂ. നിനക്കറിയില്ലെങ്കിൽ എന്താ, ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അനന്യ ആരാ എന്താന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന്. എന്ത് പ്ലാനാ? നമ്മളന്ന് സ്വാമിയുടെ അടുത്ത് പോയി ചന്ദനത്തിരയും വാങ്ങി. അത് നമുക്കിട്ട് തന്നെ പണിയായില്ലായിരുന്നോ?
അങ്ങനെയൊന്നും ആകില്ലല്ലോ. ഇല്ല രാജി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് മോഡേൺ ടെക്നിക്. മന്ത്രവും തന്ത്രവും പോലെയൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്ത് മോഡേൺ ടെക്നിക്കാണോ എന്തോ. അവളോട് സഹകരിക്കാൻ പോകുന്നതേ റിസ്ക് ഉള്ള കാര്യമാണെന്ന് തോന്നുന്നു. ചേച്ചിയെ കണ്ടില്ലേ, അനന്യയുടെ കൂടെ പോയ ശേഷം എന്തുമാത്രം ഭയന്നിരിക്കാന്ന്. എന്തു പറ്റി ചേച്ചി എന്ന് ചോദിച്ചാ മതി, പേടിച്ച് വിറയ്ക്കും. അതെ രാജി, ഞാനും അങ്ങനെയൊക്കെ കേട്ടു. അവരുടനെ വിയർക്കാൻ തുടങ്ങി. എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയത് ഈ അനന്യ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ എന്താണെന്ന് നീ അറിഞ്ഞാൽ നീ തന്നെ എന്നെ അഭിനന്ദിക്കും. കേട്ടാ, പുകഴ്ത്തലൊക്കെ പിന്നെയാകാം. ആദ്യം ഐഡിയ എന്താന്ന് പറ. ഒരു മിനിറ്റ്